അടിച്ചുവാരൽ മോശപ്പെട്ട പണിയല്ല, അന്നദാഫത്ത് മിനൽ ഈമാനാണ്. ബാത്റൂം കഴുകൽ മോശപ്പെട്ട പണിയല്ല, അത്തഹൂറും സത്തുറുൽ ഈമാനാണ്. അവനാൻ ചെയ്യുന്ന പണികളുടെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ ഉറച്ചിക്കാൻ തയ്യാറാകുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാവരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ്. ഒരു ഷഹീദിന്റെ പദവിയൊക്കെ കിട്ടണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ടെന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. മരണപ്പെട്ടതിന് ശേഷം വീണ് കിടക്കുമ്പോ, ഉഹുദിൽ വീണ് കിടക്കുമ്പോ അടുത്തേക്ക് വന്നു ശത്രു, നെഞ്ച് കുത്തിക്കീറി അതിൽ നിന്ന് കരട് വലിച്ച് പുറത്തേക്കെടുത്തു, വായയിലിട്ട് ചവച്ച് തുപ്പി. സയ്യിദു സുഹദാ എന്ന് നമ്മൾ പറയും. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. വബിഹംസത്തിൽ കർറാരി അമ്മിൽ മുസ്തഫ അസദില്ലാഹി വസയ്യിദി ശുഹദാഇ. ഉഹുദിൽ ചെന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏക ഖബറാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. കുറച്ച് പണിയുണ്ട് ഷഹീദാവാൻ. എന്നാൽ 100 ഷഹീദിന്റെ കൂലിട്ടും ഒരു പ്രാവശ്യം ഗർഭിണിയായി പ്രസവിച്ചാൽ മതി. ഓരോരുത്തരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിച്ചാൽ അതിലവനൊരു കുട്ടി ഉണ്ടായാലേ ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഉണ്ടായാലേ, പക്ഷെ എന്തായിരിക്കണം? കല്യാണം കഴിച്ചത് ലില്ലാഹിക്ക് വേണ്ടിയായിരിക്കണം. മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അവന് രാജാവിന്റെ കിരീടം ധരിപ്പിക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എവിടെ? ദുന്യാവിലല്ല, ആഖിറത്തില്. പക്ഷെ കല്യാണം കഴിച്ചത് ലില്ലാഹിക്ക് വേണ്ടിയായിരിക്കണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, കബൂലിയത്ത് ഉണ്ടാവും. അള്ളാഹുവിന് വേണ്ടി അല്ല ചെയ്യുന്നതെങ്കിൽ ചുരുട്ടി മടക്കിയിട്ട് മുഖത്തേക്കും കട്ടനെ ഏറിട്ടും. അത് ഞാൻ ഹജ്ജിന് പോയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഉംറക്ക് പോയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സക്കാത്ത് കൊടുത്തതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, 25,000 പേരന്റെ മുമ്പിൽ ഒന്നായിട്ട് ആൾക്കാരെ വരി നിർത്തിയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യമാണെങ്കിലും ലില്ലാഹിക്ക് വേണ്ടി അല്ലേ കബൂലിയത്തില്ല, ലില്ലാഹിക്ക് വേണ്ടിയാണോ കബൂലിയത്തുണ്ട്. അത് കോയിനെ വളർത്തലാണെങ്കിലും ശരി, ആടിനെ വളർത്തലാണെങ്കിലും ശരി. എന്താ കോയിനെ വളർത്തലും ആടിനെ വളർത്തലും പറയാൻ കാരണം? പെണ്ണുങ്ങൾ